നസീർ, ഡോക്ടറുടെ കാല് പിടിക്കുകയായിരുന്നു മന്ത്രി, ഇനി ഒന്നും പറയരുത് എന്ന്. താങ്കൾ ഈ ഭാഗത്തോട് യോജിക്കുന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞത് മന്ത്രി വളരെ സൗമ്യമായിട്ടാണ് സംസാരിച്ചത്, തൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടു. ഒന്നാമത് അദ്ദേഹം ആശുപത്രിയിലായിരുന്നുവല്ലോ, വീട്ടുകാരുമായി സംസാരിച്ചു, അപ്പോൾ ഒരു സ്നേഹത്തോടു കൂടിയുള്ള സംസാരമായിരുന്നു. അപ്പോൾ തനിക്ക് പിന്നെ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുണ്ടായിരുന്നില്ല. മന്ത്രി പറഞ്ഞ കാര്യം താൻ കേട്ടു. ഇനി അങ്ങോട്ട് സംഘടനയാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുക. തൻ്റെ സംഘടനയായ KGM-CT ആയിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ പോകുന്നത് എന്ന്. അതായത് ഡോക്ടറുടെ വായ അടപ്പിച്ചു അല്ലേ? ചട്ടങ്ങൾ ലംഘിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചട്ടങ്ങൾ ലംഘിച്ച വ്യക്തിയാണ്, അത് ചെയ്യരുതായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ള ആ വാക്ക് പിടിച്ചുകൊണ്ട് മന്ത്രി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള കോംപ്രമൈസ് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ചട്ടലംഘനത്തിനെതിരെയുള്ള സർക്കാർ നടപടിയെ ഡോക്ടർ ഹാരിസ് അത്രയധികം സ്വാഗതം ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആദ്യ സമയത്തൊക്കെ അദ്ദേഹം, കഴിഞ്ഞ ആഴ്ച ഈ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് അത്തരത്തിലല്ല, ഞാൻ എന്ത് നടപടിയെയും നേരിടാൻ തയ്യാറാണ് എന്ന നിലയ്ക്ക് സംസാരിച്ചിരുന്ന അദ്ദേഹം ഇന്ന് രാവിലെ അത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹത്തിന്റെ സംസാരത്തിലും കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വളരെയേറെ പക്വത വന്ന സ്ഥിതിക്ക് മന്ത്രി അങ്ങോട്ട് വെച്ചിട്ടുള്ള ഒരു ഉപാധി ഉണ്ടായിരിക്കാം, ഇനി ഈ സംഗതി ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങളെ കള്ളനാക്കിയും പെണ്ണുപിടുത്തക്കാരനാക്കിയും നിങ്ങളെ സർവീസിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന സേവനം ഇല്ലാതാക്കാൻ ഞങ്ങളെ കൊണ്ടാവും, അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി തൊട്ട് വായ തുറക്കരുത് എന്നുള്ളൊരു കോംപ്രമൈസ് മുൻപോട്ട് വെച്ചപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം കീഴടങ്ങിയിരിക്കാം. അല്ലെങ്കിൽ മന്ത്രിയോട് അദ്ദേഹം, ഞാൻ കൂടുതൽ കാര്യങ്ങൾ, സത്യങ്ങൾ വിളിച്ചു പറയാൻ പോകുകയാണ്, കാരണം ഞാനിപ്പോ ഈ പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലെയും സത്യം, അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇലക്ഷനും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനും പടിവാതിൽക്കൽ നിൽക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പോ മന്ത്രി സറണ്ടർ ആയതോ അതൊക്കെ പുറത്തു വരാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും മഞ്ജുഷ്, ഞാൻ വ്യക്തമായിട്ട് പറയണു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ രീതി അനുസരിച്ചിട്ട് ഡോക്ടർ ഹാരിസിനെ മറ്റെന്തെങ്കിലും ഒരു കേസിൽ കുടുക്കിയിട്ട് അവരിതിന് പ്രതികാര നടപടി ചെയ്യും. ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളം എന്നൊരു ക്യാപ്ഷനുമായിട്ട് കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് കിട്ടിയിട്ടുള്ള നെറുകം തലയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു അടിയാണ് ഹാരിസിന്റെ വിളിച്ചു പറയലുണ്ടായിരുന്നത്. അതിന് കൃത്യം 6 മാസം മുമ്പ് ഞാൻ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടിട്ടുള്ള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എനിക്ക് തന്ന കണക്കുകൾ ഏകദേശം ഹാരിസ് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് 100% സാമ്യത പുലർത്തുന്നതാണ്. ഞാൻ ഇന്നലെ താങ്കൾക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വിവരാവകാശ മറുപടികളുടെ. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ഞാൻ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും 14 ജില്ലാ ആസ്പത്രികളിലും 12 സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഉള്ള ഉപകരണങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണ്, എന്തൊക്കെ ഉപകരണങ്ങളുടെ കുറവുണ്ട് എന്ന് ചോദിച്ചിട്ട് ഞാൻ അയച്ച ഒരു അപേക്ഷയ്ക്ക് എനിക്ക് തുരുതുര മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മറുപടിയിലെ എനിക്ക് 78 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും 9 ജില്ലാ ആശുപത്രികളും 10 മെഡിക്കൽ കോളേജുകളിലും തന്ന മറുപടിയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. അതായത് അവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു പുതിയ ഉപകരണങ്ങളും ആധുനിക ചികിത്സാ രംഗം അങ്ങേയറ്റം പുരോഗതി പ്രാപിക്കുന്നതനുസരിച്ചിട്ട് ഇന്നത്തെ ഉപകരണമല്ല നാളെ രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ തന്നെ 4-5 വർഷം മുമ്പ് ഇറങ്ങിയ ഉപകരണങ്ങളുടെ കുറവ്, ആ ഉപകരണങ്ങൾ കേടുവന്നത് റിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് അനുവദിക്കാത്തതിന്റെ പേരിൽ അവ റിപ്പയർ ചെയ്യാതെ ഈ രോഗികൾക്ക് കൊടുക്കേണ്ട സേവനം നൽകാൻ പറ്റാത്ത വിവരങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞ ഒരു വലിയ സത്യത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തുകൊണ്ട് അദ്ദേഹത്തെ പുകച്ച് പുറത്തു ചാടിക്കാൻ ഈ സർക്കാർ നടപടിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കള്ളനാക്കുകയായിരുന്നു ശ്രീ MK ഹരിദാസ്. ഇപ്പോൾ മോർസിലോസ്കോപ്പ് എന്ന മെഡിക്കൽ ഉപകരണം കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു മറ്റൊരു ഉപകരണത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് മോർസിലോസ്കോപ്പ്. അപ്പോൾ അത് കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി പരിശോധന നടത്തുക എന്നൊക്കെയുള്ള വിചിത്രമായ കാര്യങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. ഇപ്പോൾ എന്തായി? ഇപ്പോൾ ആ ഉപകരണം അവിടെ തന്നെ ഉണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് തന്നെയായിരുന്നു ഡോക്ടർ ഹാരിസ് ആദ്യം ഈ ആരോപണം വന്നപ്പോൾ തന്നെ പറഞ്ഞത്. അതൊക്കെ അവിടെ ഉണ്ട്, അത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുകയാണ്, അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഡോക്ടർമാർ അവിടെ ഇല്ല എന്ന്. ഇപ്പോൾ അത് തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ആര് സമാധാനം പറയും? ഈ കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്ക് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറും ഒക്കെ ചേർന്നാണ് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ കയറിയത്.
അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അതിന് അവർ ന്യായീകരണം പറയുമായിരിക്കും, പ്രിൻസിപ്പലിന് അതിനുള്ള അവകാശമുണ്ട് എന്നൊക്കെ. എത്രയൊക്കെ പറഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ പറ്റുകയില്ല. മറ്റൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ആ മുറിയിൽ കയറുക, അവിടെ 2 ദിവസം പരിശോധന നടത്തുക, അവിടെ വന്ന് ഒരു കൊറിയർ എടുത്തിട്ട് ഈ കൊറിയറിൽ ബില്ലാണുള്ളത് എന്ന് പരസ്യമായി പറയുക. അതായത് കാര്യം വ്യക്തമായിരുന്നു. അവിടെ നിന്നൊരു മോർസിലോസ്കോപ്പ് കാണാതെ പോയി, എന്നിട്ട് ഈ അന്വേഷണം നടക്കുന്നുണ്ട് എന്നറിഞ്ഞ ഡോക്ടർ പുതിയൊരു മോർസിലോസ്കോപ്പ് വാങ്ങി അതവിടെ അതങ്ങനെ അത് കൊറിയറിൽ അയച്ചു വരുത്തി, അല്ലേ, കൊറിയറിൽ വരുത്തി അവിടെ വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് പോയിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് ആ ബില്ല് വലിയ സംഭവമായി കണ്ടെത്തി എന്നൊക്കെ പറയുകയായിരുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ചെയ്തത്. പക്ഷെ ഇതെല്ലാം പൊളിഞ്ഞ് അടുങ്ങിയിട്ടും ശരിക്കും പറഞ്ഞാൽ ഇതിൽ നടപടി വേണ്ടത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെതിരെയല്ലേ? ചട്ടലംഘനമല്ലേ നടത്തിയിരിക്കുന്നത്? ഒരു അന്വേഷണം നടക്കുന്നതിനിടെ ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തുക എന്നുള്ളത് പ്രിൻസിപ്പളും സൂപ്രണ്ടും കൂടി നടത്തിയിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു പൈങ്കിളി തിരക്കഥയുടെ നമ്മൾ പറയില്ലേ അവസാന രംഗമാണ് നമ്മൾ ഇന്നലെ അവർ നടത്തിയ പത്രസമ്മേളനത്തിലൂടെ നമ്മൾ കണ്ടത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുഷ പറഞ്ഞത് തന്നെയാണ്, ഇവർക്ക് രണ്ടുപേർക്കും എതിരെയല്ലേ നടപടിയെടുക്കേണ്ടത്. ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞ കേവലം ഒരു MBBS ഡിഗ്രി മാത്രമുള്ള ഒരു സാധാരണ ഡോക്ടർ അല്ല. അദ്ദേഹം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അങ്ങേയറ്റം പ്രശസ്തനായ ഒരു യൂറോളജിസ്റ്റ് ആണ്. മാത്രവുമല്ല ഒരു ജനകീയനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം. ജനകീയനായിട്ട് ഇപ്പൊ ഈ ആസ്പത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലാത്ത സമയത്ത് 4-5 രോഗികൾക്ക് വേണ്ട ഒരേ ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങൾക്ക് പിരിവിട്ടെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഷെയറും അതിൽ ചേർത്തുകൊണ്ട് ആ ഉപകരണങ്ങൾ വാങ്ങിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായ ഒരു ജനകീയ ഡോക്ടറെ ഇത്തരത്തിലുള്ള ശുദ്ധമായ ഒരു കള്ളനെന്ന്. പക്ഷെ അവിടെ മഞ്ജുഷിനോട് എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട് കേട്ടാ. കള്ളനെന്ന് മുദ്ര കുത്തുകയല്ല സത്യത്തിൽ. സാധാരണ ഇവർ പെണ്ണുകേസിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ റൂമിൽ ഞങ്ങൾ തുറന്ന സമയത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ഒരു മടിയുമില്ലാത്തൊരു പ്രസ്ഥാനമാണ് ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം. കാരണം അവർക്കെതിരെ തിരിഞ്ഞവരെ അങ്ങേയറ്റം ചളിവാരി എറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ആരുമല്ലാതാക്കുന്ന ഒരു മാന്ത്രിക വിദ്യ കൈവശമുള്ളവരാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ഡോക്ടർ ബി ജയരാജ് കൂടി ചേരുകയാണ്. ഡോക്ടർ ബി ജയരാജ്, ഇതിപ്പോൾ വല്ലാത്തൊരു നാണക്കേടായി മാറിയിരിക്കുകയാണല്ലോ ആരോഗ്യ വകുപ്പിന്. ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നു, അതുകൊണ്ടാണ് മെഡിക്കൽ ഉപകരണങ്ങൾ അവിടെ എത്തിച്ചതും. പക്ഷെ പിന്നെ അങ്ങോട്ട് എന്താണ് സംഭവിച്ചത്? ഈ ഡോക്ടറെ കള്ളനാക്കുവാനുള്ള ശ്രമമാണ്. അത് പൊളിഞ്ഞടങ്ങിയപ്പോഴല്ലേ കാല് പിടിക്കാൻ ആരോഗ്യമന്ത്രി പോയത്? ഇതും പൊതുസമൂഹത്തിന് ബോധ്യമായി കഴിഞ്ഞു. ഡോക്ടർ അവസാനം വഴങ്ങി. ശരി, ഇനി ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് തോന്നിക്കാണും വെറുതെ ഇരുന്നാൽ മതി, ഇനി എന്തിനാണ് വെറുതെ പൊല്ലാപ്പ് പിടിക്കുന്നതെന്ന്. ശരിക്കും അങ്ങനെയല്ല മഞ്ജുഷ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ചത്. വളരെ സത്യസന്ധനായ ഡോക്ടറാണ്. എല്ലാവരും അന്വേഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഒരാൾ പോലും, അതായത് സ്കൂട്ടറിലാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇന്ന് പണ്ടത്തെ കാലത്ത് പഴയ ഡോക്ടർമാർ സൈക്കിളിൽ വന്നിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് 2 വീലറിലൊരു ഡോക്ടർ, അത് പേര് കേട്ട ഒരു ന്യൂറോളജിസ്റ്റ് വരിക എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയിലൊന്നും ആർക്കും സംശയമില്ല. അദ്ദേഹം ആത്മരോധനം കൊണ്ട് പറഞ്ഞതാണ്. അവിടെ ചില സിസ്റ്റം ഫെയിലർ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അത് ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെതിരെ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചത് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ തകരാറിനെ കുറിച്ചാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി, പല ആളുകളല്ലേ വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന അവരാണ് വർഷാവർഷം, അതായത് ഒരു വർഷം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത് സാധനങ്ങൾ കൊടുക്കണം, പർച്ചേസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ഉണ്ടായ ചില ക്രമക്കേടുകൾ, ചില ഫയലുകൾ നീങ്ങുന്ന ഇതാണ് 10 വർഷം മുമ്പ് ആരോപണം. അതായത് പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോൾ, ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ, ആദ്യത്തെ തവണ അധികാരത്തിലേറുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓരോ ഫയലുകളും ജീവനുള്ള മനുഷ്യന്മാരാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ കാരണം